ഷെടാ, ഈ മുസ്ലിയാക്കന്മാർ എന്താണ് ഈ കാണിക്കുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പുലർന്നുവല്ലേ? ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മറ്റു സമൂഹങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുസ്ലിമീങ്ങൾ അനുധാവനം ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞത് ദാ പുലർന്നിരിക്കുന്നു. മാത്രമല്ലെന്നേ, ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യർ കപട പണ്ഡിത വേഷധാരികളാകും എന്ന പ്രവചനവും പുലർന്നിരിക്കുന്നു എന്നതൊക്കെയാണ് ഈ വീഡിയോയുടെ കൂടെ വരുന്ന ക്യാപ്ഷൻ. വാട്സപ്പിൽ 1000-ലധികം ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ലിങ്ക് വേറെ. ഞാനിത് അയച്ച ആളുകളൊക്കെ നിഷ്കളങ്കത ഇങ്ങനെ ആലോചിക്കുകയാണ്. അല്ല കൂട്ടരെ, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ലേ? ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ യാതൊരു നിവൃത്തിയില്ലേ? അറിയാത്തത് കൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഈ അയച്ചു തന്ന ആളുകളുടെ മനോഭാവം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പങ്കെടുത്തിട്ടുള്ള, ഈ ഫയർ വാക്കിങ്ങിൽ പങ്കെടുത്തുള്ള, തീയിലൂടെ നടത്തത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, ആ ആളുകളുടെ വേഷവും അവർ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രവും മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ ഒളിയമ്പിന് പറ്റിയ നല്ലൊരു സാഹചര്യത്തെ, ഒരു ഓപ്പർച്യൂണിറ്റിയെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നതാണ്. ഈ പ്രോഗ്രാം എന്താണെന്നറിയാത്ത ഏതെങ്കിലും നിഷ്കളങ്കരുണ്ടെങ്കിൽ അവർക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്ത നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാവാം ഈ വിഷയത്തെ വിശകലനം ചെയ്യും. വിജയത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം. പക്ഷേ കല്ലും മുള്ളും മാത്രമല്ല, കനൽ വഴി തന്നെ താണ്ടി വിജയം നേടാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരത്ത് ഒരു കൂട്ടം ആളുകൾ. കണ്ടാൽ കാലു പൊള്ളിക്കുന്ന കനൽ, വിജയത്തിലെത്താൻ കുറുക്കുവഴികളിൽ എന്ന് ഓർമ്മിപ്പിക്കുന്ന പരിശീലകൻ. ചുറ്റും കൂടി നിൽക്കുന്ന 30ഓളം പേർക്ക് പിന്നെ ഒന്നും ആലോചിക്കാനില്ല. കനലിൽ കാലൂന്നാൻ ആത്മവിശ്വാസം മാത്രമാണ് കഴിയുന്നത്. സ്റ്റേഴ്സ് ഓഫ് സക്സസ് ആൻഡ് മോട്ടിവേഷണൽ സർവീസസ് എന്ന സംഘടനയുടെ ഭാഗമായാണ് കനൽ നടത്തം സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു ഫയർ വാക്ക് മൂവ്മെന്റിന്റെ അതേ ഒരു രീതിയിൽ തന്നെ നമ്മളിപ്പോൾ കേരളത്തിൽ ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ്, തെറ്റായ വിശ്വാസങ്ങളൊക്കെ പലരുടെയും മനസ്സിലേക്ക് കടന്നു വരും. ആ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഫിയർ ഫാക്ടറായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഏകദേശം എന്താണ് പ്രോഗ്രാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഈ NLP ക്യാമ്പിൽ മൈൻഡ് സ്കില്ലിംഗ് പ്രോഗ്രാം ഉണ്ട്. അഥവാ നമ്മുടെ ലൈഫ് കല്ലും മുള്ളും കനൽപ്പദങ്ങളും താണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു മൈൻഡ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുകയാണ്. തീ കണ്ടാലും, വെള്ളം കണ്ടാലും, കുപ്പിച്ചില് കണ്ടാലും, കാരമുള്ളു കണ്ടാലും മുന്നോട്ട് ഗമിക്കാൻ മടിക്കരുത്. ഇതെല്ലാം താണ്ടിയിട്ട് സർവൈവൽ ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന ഒരു വലിയ പാഠം മോട്ടിവേഷൻ ക്ലാസ് തരികയാണ്. എന്നിട്ട് നമ്മുടെ മൈൻഡിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി തീയിലൂടെ നടക്കുകയാണ് ആത്മവിശ്വാസത്തോടി. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ക്യാമ്പുണ്ട്. എന്ന് മാത്രമല്ല, മുജാഹിദ് സമ്മേളനത്തിലടക്കം ഞാൻ കണ്ടതാണ്. കുപ്പിച്ചില്, സ്റ്റേജിൽ കുപ്പിച്ചില് നിരത്തിയിട്ടിട്ട് അതിന്റെ മുകളിലൂടെ ആളുകളെ നടത്തിക്കൊണ്ടു പോകുന്നു. ഇത് മൈൻഡ് സ്കില്ലിന്റെ ഭാഗമാണ്.